പ്രിയപ്പെട്ട ആനന്ദ് മുതലാളി, ഈ ഹോട്ടൽ എനിക്ക് വെറും ഒരു ജോലി സ്ഥലമല്ല, മറ്റൊരു വീടാണ്. മുതലാളി ഈ വീടിൻ്റെ കാരണവരും. ഒരു കുടുംബമായി ഇവിടെ കഴിഞ്ഞ നിമിഷങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല. കണ്ട മുതലാളി, അവൻ മുതലാളി സോപ്പിടാൻ നോക്കാണ്. എടാ നീ ഇത് വിട്ട് മാറ്ററിലേക്ക് വാ. വായിക്കുമ്പോൾ മൊത്തത്തിൽ വായിക്കണം, എന്നാലേ ഫ്ലോ കിട്ടൂ. നമ്മൾ എവിടെ വായിച്ചേ? എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ അനുദിനം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ അധികം നാൾ തുടരാൻ കഴിയില്ലെന്ന സത്യം ഞാൻ വൈകിയാണെങ്കിലും മനസ്സിലാക്കി. എന്നിട്ടും ഞാനിവിടെ തുടർന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. എൻ്റെ പാറു 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 ആരും കഴിക്കാത്ത പൊറോട്ടയ്ക്ക് ഞാൻ മൈദ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിനപ്പുറം അവളും ഉണ്ടായിരുന്നു, ചായ അടിച്ചുകൊണ്ട്. ഏത് നമ്മുടെ ഫ്രണ്ടിലെ തൊട്ടടുത്ത മോഹനേട്ടന്റെ ഭാര്യ പാർവതിയോ? ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുതലാളിയെ കഴിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. അയ്യോ, പക്ഷേ എല്ലാത്തിലും വലുത് സ്നേഹമാണല്ലോ. ഞങ്ങളെ ആരും അന്വേഷിക്കരുത്. ഞങ്ങളുടെ ലോകത്ത് ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മുതലാളി തളരരുത്, ധൈര്യം കാണിക്കണം. ഇത് മോഹനോട്ടോട് കൂടി ഒന്ന് പറയണം എന്ന് വിശ്വസ്തയോടെ മുതലാളിയുടെ സ്വന്തം ചന്തു. ഞാൻ അപ്പോഴേ പറഞ്ഞ ചന്തു ചതിക്കുമെന്ന്. അപ്പൊ മുതലാളി എന്താ പറഞ്ഞു? ഒരു പേര് വെച്ച ഒരാളെ ജഡ്ജ് ചെയ്തത്. ഇപ്പൊ പണി കിട്ടിയപ്പോ സമാധാനമായല്ലോ. ഇനി കപ്പിൾ സ്പെഷ്യലൊക്കെ ആരുണ്ടാക്കാനാണ്? ഇങ്ങനെയെങ്കിലും ഈ ഹോട്ടലൊന്ന് പച്ച പിടിക്കുന്ന കരുതിയിട്ടാണ് കപ്പിൾസിന് സ്പെഷ്യൽ ഓഫർ കൊടുത്ത് പരസ്യം ചെയ്തത്. ഇനി കസ്റ്റമേഴ്സ് വരുമ്പോ നമ്മൾ എന്ത് പറയും? മോട്ടിവേഷൻ ആവാം. മുതലാളി ഇങ്ങനെ തളരരുത്. മുതലാളിക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം തകർത്ത് പെയ്ത മഴ? അന്ന് സ്വന്തം ലക്ഷ്യത്തിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന പല സാധാരണക്കാർക്കും ഇവിടെയുള്ള കടകളിൽ കയറിയേക്കേണ്ടി വന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവിടെയുള്ള പഞ്ചരട പോലും ആൾക്കാർ കയറിയിരുന്നു. അന്ന് പോലും ഇവിടെ ഒരാൾ പോലും കയറിയില്ല. എനിക്കുറപ്പാ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവിടെ ആരും കയറാൻ പോണില്ല. ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ല അബ്ദു. സാർ എന്തിനാ ടെൻഷൻ അടിക്കണേ? സാർ ഒരു ഷെഫ് അല്ലേ? സാറിന് തന്നെ ഡിഷ് ഉണ്ടാക്കിയ പോരെ? അതൊന്നും ശരിയാവില്ല. ഒരുപാട് കാലമായി ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഐ ലോസ് മൈ ടച്ച്. കഴിഞ്ഞ ആഴ്ച ചന്ത ഉണ്ടാക്കിയ ഷർമ്മ കഴിച്ചവർ ഇപ്പോഴും ഹോസ്പിറ്റലില്ല. എന്തായാലും അതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും സാർ ഉണ്ടാക്കിയ. നിങ്ങളിതിനെപ്പറ്റി വെറുതെ സംസാരിച്ച സമയം കളയുക. നമ്മൾ എന്തൊക്കെ ഓഫർ എടുത്താലും ഇവിടെ ആരും വരാൻ പോകണല്ലോ. അബ്ദുക്ക് എക്സ്ക്യൂസ് മീ, വഴിതെറ്റുവല്ലോ വന്നതായിരിക്കും. ഐ വിൽ മാനേജ് ഇറ്റ്. യെസ് സാർ. ഈ കപ്പിൾ സ്പെഷ്യൽ ഇവിടെയല്ലേ? യെസ് സർ. വരൂ സർ. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കൂ. താങ്ക് യു. ഇവിടെ എന്ത് കണ്ടിട്ടാണ്? തമ്പുരാൻ അറിയാം. ആക്ച്വലി സാർ, ഈ ഓഫർ കപ്പിൾസിന് മാത്രമേ ഉള്ളൂ. കപ്പിളാവും? അല്ല, കപ്പിളാവാൻ ഇങ്ങോട്ട് വന്നേ. ആക്ച്വലി ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും നാളും ചാറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൂട്ടുകാരൻ. ഇപ്പൊ അവത്തിനാരോ പറഞ്ഞു പറ്റിച്ചു മുതലാളി. ആക്ച്വലി അവള് ഭയങ്കര ഫുഡിയാന്നേ. അവളിവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ കടകളിലും പോയി കഴിച്ചിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും വെറൈറ്റി കൊടുക്കണമെന്നാ എൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനെ ഒരു ഐറ്റത്തെ കുറിച്ച് അവൾ കേട്ടിട്ട് പോലുമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവള് വീഴണം. വീഴും. പ്രോയിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും. കൈവിടരുത്. മുതലാളി, അയ്യോ സാർ ടെൻഷൻ ആവണ്ട. ഇത് ഷെഫ് ഏറ്റു. സാർ ഇരുന്നോളൂ. ഓൾ ദി ബെസ്റ്റ്. അങ്ങോട്ട് ഒരു സമയം ഇനിയിപ്പോ എന്ത് ചെയ്യും?
നിനക്കൊരു ബോധമില്ലേ? ആ നീ എന്ത് കണ്ടിട്ടാണ് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞത്? ഉം. ശ്ശെ. സാധാരണ വല്ല ഡിഷും ആയിരുന്നെങ്കിൽ വേറെ വല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തെങ്കിലും കൊടുക്കായിരുന്നു. ശ്ശോ. നമുക്ക് 3-4 കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു ഫ്യൂഷനെ കൊടുത്താലോ? നീ പോയി ഇന്നലത്തെ കണക്കെല്ലാം ക്ലോസ് ചെയ്യും. അത് വിരലുണ്ടെന്ന കേസിലുള്ള മുതലാളി. നീ ഒന്ന് പോയി തരുമോ? നമ്മളില്ലേ പാവം പയ്യനല്ലേ? ആര്? ഇവനാ? അയ്യ ഇവനല്ല, നമ്മുടെ കസ്റ്റമർ. ആ. ഒരുപാട് പ്രതീക്ഷയോടെ ആ പാവം വന്നിരിക്കണേ, നിരാശപ്പെടുത്തരുത്. സാറ് നോ പറഞ്ഞാ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെ പോലെ ഈ ദിവസവും കടന്നു. പക്ഷെ സാറിന്റെ ഒരൊറ്റ യെസ്സിൽ ചരിത്രമാവും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം അല്ലേ? ട്രാഫിക് സിനിമയെ ഞാനും കണ്ടിട്ടുണ്ട്. ശ്ശോ, എനിക്ക് ഒന്ന് ചേർന്ന് നോക്കി ഈ സൈസ് മാരണങ്ങളാണല്ലോ എന്റെ ദൈവമേ. സത്യം പറ, സാർ ഫ്രോഡാണോ? ശോഭേ, അല്ല, ഇന്നേ വരെ സാർ ഇവിടെ ഒരു കാപ്പി പോലും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തിനാ? വില കൊടുത്തു മേടിച്ചാണോ? ഈ കപ്പിൾസ് ഷാർഡ് ഐ ഡി സാറിന്റെ അല്ലേ? അപ്പൊ സാറിന് എന്നെ ഉണ്ടാക്കിയ പോരെ? ഞാനത് വന്നു മുതലാളി. അവരോടൊരു സോറി പറഞ്ഞു വിടാൻ നോക്ക്. പറഞ്ഞു വിടാൻ പറ്റില്ല, മാറ്റർ ഇച്ചിരി സീരിയസാ. എന്ത് സീരിയസ്? ഇറങ്ങി പോകാൻ പറയടാ. അങ്ങനെ ആട്ടിറക്കി പോകുന്ന ആളല്ല വന്നു നിൽക്കുന്നേ. വന്നിരിക്കുന്നത് ഫുഡ് ഹണ്ടർ മോനിഷയാ. 700K followers, 30 shutdowns, 1 award from food inspector, terror of Kochi Hotel Association. മോനിഷ മോഹൻ. ഹലോ ഗൈസ്, നമ്മുടെ ഇന്ന് മിഥിലാപുരിയിലാണ്. കൊച്ചി പരിസരത്ത് ഇത്രയും വൃത്തികെട്ട ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം പോലും ഇല്ല. റെസ്റ്റോറന്റിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലും ഫുഡ് ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചില്ല. മോസ്റ്റ് ഫേമസ് ബിരിയാണി, ക്വാളിറ്റി ഫുഡ്. ദയവ് ചെയ്ത് ഇവിടെ വന്ന് കഴിക്കരുത്. യു ഗെറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഒരു പഴകിയ സ്മെല്ലാ ഇതിൽ നിന്ന് വരുന്നത്. ഗവൺമെന്റ് ഹാസ് ടു ഡു സംതിങ് റിഗാർഡിംഗ് ദിസ് ഇമ്മീഡിയറ്റ്ലി. മുതലാളി ഇവൾക്കെങ്ങാൻ ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവൾ ഈ ഹോട്ടലിൽ പൂട്ടിക്കും, ഉറപ്പാ. കൊണ്ടുകൊടു. പിന്നെ നീ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി. ഓഹോ, അപ്പോ അതിന്റെ തല്ലും ഞാൻ കൊള്ളണം അല്ലേ? സാരില്ല, എന്റെ മുതലാളിക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും. മുതലാളി പോയിട്ട് വരാവേ. അപ്പൊ അതൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങൾ. ഏതാ കപ്പിൾ സ്പെഷ്യൽ? ഇത് റെഡ് സോസ് പാസ്ത അല്ലേ? ഇതെല്ലാം അല്ലേ? ഇതാണോ നിങ്ങളുടെ കപ്പിൾ സ്പെഷ്യൽ? അയ്യോ, അറിയില്ലേ കുറച്ചോനെ.
അയ്യോ. ഏ, അയ്യോ സർ, ആ കുട്ടിയുടെ കണ്ണ് എറിഞ്ഞു. അയ്യോ. ഇതാരാ ഉണ്ടാക്കിയേ? ഞാനുണ്ടാക്കി. ശരിക്കും? ശരിക്കും ഞാനുണ്ടാക്കി. തീർന്നു. ഇറ്റ്സ് അമേസിംഗ്. Yeah, really, it's wonderful. താങ്ക് യു മാഡം. പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ട് എനിക്ക് എൻ്റെ ഫുൾ സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പ്ലീസ് ഹാവ് ഇറ്റ്, എൻജോയ്. മുതലാളി, ഈ സാധനം പൊളിച്ചുട്ടാ. ഇത്രയും നന്നായിട്ട് കുക്കിംഗ് അറിഞ്ഞിട്ടാണോ സാർ ആ ചന്തുവിനെ കിച്ചണിൽ കയറ്റി? ഇത്രയും കഴിപ്പോൾ എന്തുകൊണ്ട് കുക്ക് നിർത്തി? ബട്ട് വൈ? ബട്ട് വൈ? ആനന്ദ്, പണിപ്പാളി, ഫുഡ് എന്തോ പണി പറ്റിച്ചിട്ടുണ്ട്. അല്ല, ഇവർക്കിങ്ങനെ സാറിന്റെ പേര് അറിയാവുന്നേ? ശരിയാണല്ലോ. ആ ഡിഷ് ടേസ്റ്റ് ചെയ്തപ്പോഴേ ഐ ന്യൂ ഇറ്റ് വാസ് യു. നീ വീണ്ടും കുക്ക് ചെയ്യാൻ തുടങ്ങിയല്ലേ? ഐ എം ഹാപ്പി. വാടാ വാടാ, ഇങ്ങോട്ട് വാടാ. മുതലാളി, നീയല്ലേ പറഞ്ഞേ നിനക്കെൻ്റെ കുക്കിംഗ് ഇഷ്ടമല്ലാന്ന്? ആനന്ദ്, that was a joke. അതിന്റെ പേരിൽ നിന്റെ പാഷനൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞ രാഹുൽ. നോ നോ നോ, ജസ്റ്റ് ഫുഡ് അടിപൊളിയായിരുന്നു, അത് പറയാൻ വന്നേ. യു ഗൈസ് ക്യാരി ഓൺ. ഓക്കെ. മുതലാളി, അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. ചെയ്യാം.